ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിത്രാസ് വേൾഡ്. റോസേ, അഭി പോയിട്ട് വർഷം 5 കഴിഞ്ഞില്ലേ? എന്താ അവൻ വരാനുള്ള ഭാവമൊന്നുമില്ലേ? മാലതി റോസയോട് ചോദിച്ചു. എന്ത് പറയാനാ ചേച്ചി, അതിയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ആ തള്ളയെ പിടിച്ച് വരാത്താണ്. റോസ നെടുവേർപ്പിട്ടു. അന്നമ്മ ചേട്ടത്തി, നീ ഇപ്പോഴും ഒറ്റയ്ക്കല്ലേ? മാലതി ചിരിച്ചു. ചേച്ചി, ദേ ആ തള്ളയെക്കുറിച്ച് പറഞ്ഞ് ഉള്ള മൂട് കളയല്ലേ. ആ തള്ള ഒറ്റൊരുത്തി കാരണ അതിയാൻ ഇതുവരെ വരാത്തെ. കഴിഞ്ഞ ദിവസം തള്ള മോനെ വിളിച്ച് പറഞ്ഞേക്കുക, പുന്നാര മോനോടെ കടമൊക്കെ തീർന്നിട്ട് വന്നാ മതിയെന്ന്. അവർക്ക് എന്താ അനുഭവിക്കുന്നത്? ഞാനല്ലേ റോസ? നെടുവീർപ്പിട്ടു. എല്ലാം ശരിയാകൂടി മാലതി അവളെ സമാധാനിപ്പിച്ചു. അല്ല, നീ എന്താ ഇത്ര കാലത്ത് തന്നെ? മാലതി തിരക്കി. ഞാൻ വിനുവിനെ നോക്കി വന്നതാ. അവൻ എണീറ്റില്ലേ ചേച്ചി? ഓ ഇല്ലടി, അവൻ എണീറ്റില്ല. എന്തേ? അല്ല ചേച്ചി, നാളെ ഈസ്റ്റർ അല്ലേ, കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതാ. അവൻ എണീക്കുമ്പോഴൊന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടണേ ചേച്ചി. ഞാനങ്ങ് വീട്ടിൽ ചെല്ലട്ടെ, ഒരു ലോഡ് തുണിയുണ്ട് അലക്കാൻ. അവൾ വീട്ടിലേക്ക് നടന്നു. മാലതി കയ്യിലിരുന്ന ചൂൾ നിലത്തിട്ട് അകത്തേക്ക് നടന്നു. നേരം 9 മണിയായി. അവൾ തന്റെ സീമന്തപുത്രന്റെ മുറിയിലേക്ക് നടന്നു. മുട്ടിൽ വെയിൽ തട്ടിയിട്ടും എണീക്കാതെ കിടക്കുന്ന തന്റെ സീമന്തപുത്രനെ നോക്കി. എടാ എടാ വിനു, എണീക്കേ. മുട്ടിൽ വെയിലടിച്ചിട്ട് കിടന്നുറങ്ങാണോ? ഡാ എണീക്കാൻ അവൾ അവനെ തട്ടി വിളിച്ചു. ഡാ എണീക്കാൻ, ദേ നിന്നെ തേടിയ റോസമ്മ വന്നിരുന്നു. റോസമ്മ എന്ന് കേട്ടപ്പോൾ തന്നെ വിനു കണ്ണു തുറന്നിരുന്നു. എങ്കിലും എന്തിനാ വെറുതെ ഒരു സീനാകുന്നത്? അവൻ കണ്ണടച്ച് ഉറക്കം നടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് വിനു എണീറ്റ്. എന്താ അമ്മേ, മനുഷ്യനെ ഉറക്കുകയില്ലേ? ഇപ്പോൾ എനിക്കാണോ കുറ്റം? മുട്ടിൽ വെയിലടിച്ചു. വേഗം എണീറ്റ് റെഡിയായി വല്ല പണിയെ നോക്കടാ, അവൾ പറഞ്ഞു. മാലതി പുറത്തേക്ക് പോയി. കുറച്ചു നേരം അവൻ അങ്ങനെ നിന്നത്. ശേഷം ബാത്റൂമിലേക്ക് പോയി ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അവന്റെ ചിന്ത അതായിരുന്നു. തലേന്ന് രാത്രി കലിങ്കിൽ ഇരുന്ന് താനും കൂട്ടുകാരും സംസാര വിഷയം അതായിരുന്നു. സപ്ലി അടിച്ച് പണിയില്ലാതിരുന്ന് തനിക്കും കൂട്ടുകാർക്കും ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത തനിക്കും കൂട്ടുകാർക്കുമുള്ള ഇഷ്ടവിനോദം എന്ന് പറയുന്നത് തന്നെ നാട്ടിലെ കിടിലൻ ആളുകളെ കുറിച്ച് വർണ്ണിക്കൽ. അവർക്കിടയിലെ നല്ലൊരു സംസാര വിഷയത്തിൽ ഒരാളായിരുന്നു റോസാമ്മ ചേട്ടത്തി. എങ്ങനെയെങ്കിലും റോസാമ്മയെ ഒന്ന് വളയ്ക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വിനു അന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെയെല്ലാം ഓരോന്ന് ആലോചിച്ച് പല്ലും മറ്റു പ്രാഥമിക കൃത്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവൻ തീരുമാനിച്ചതിലെത്തിയപ്പോൾ അമ്മ അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിരുന്നു. മകൻ മുമ്പ് പറഞ്ഞത് കേട്ടില്ല എന്ന് കരുതിയിട്ട് അമ്മ ഒരിക്കൽ കൂടി പറഞ്ഞു. എടാ, നിന്നെ തേടി റോസമ്മ വന്നിരുന്നു. അവരുടെ വീട്ടിലേക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് നീ ഒന്ന് പോയി വാങ്ങിക്കൊടുക്ക്. പിന്നെ എനിക്കൊന്നും നേരില്ല. അമ്മയുടെ പണി നോക്ക്. അമ്മയുടെ മുന്നിൽ ജാട കാണിക്കാനായി വെറുതെ അങ്ങനെ പറഞ്ഞെങ്കിലും എത്രയും വേഗം റോസമ്മ ചേട്ടത്തിയുടെ അടുക്കൽ എത്തണമെന്ന് തന്നെയായിരുന്നു വിനുവിന്റെ ചിന്ത. എടാ, ഒന്ന് പോയി വാങ്ങിച്ചു കൊടുക്കുക. അത്യാവശ്യത്തിന് 10,000-2000 രൂപ വായ്പ ചോദിച്ചാൽ തരുന്നത് ആ കൊച്ചേ ഉള്ളൂ, അവൾ അങ്ങനെ പറഞ്ഞു. ശരി, വിനു സമ്മതിച്ചു. ഭക്ഷണവും കഴിച്ച് അവൻ റോസാമ്മയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീടിന് മുറ്റത്തെ നെൽപ്പാടം ക്രോസ് ചെയ്ത് എത്തുന്നത് റോസാമ്മയുടെ വീട്ടിലാണ്. അവൻ അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്ന് അവൻ ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. ചേട്ടത്തി, ചേട്ടത്തി, അവൻ റോസാമ്മയെ അന്വേഷിച്ച് വീടിന് ചുറ്റും നടന്നു. പെട്ടെന്നാണ് വീടിന് പിന്നാമ്പുറത്ത് അലക്കുന്നത് കണ്ടത്. അങ്ങോട്ട് ചെന്ന് അവനെ കാത്തിരുന്നത് കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. അലക്കുകല്ലിൽ തുണി അലക്കുന്ന റോസ. ഒരു നിമിഷം അവന്റെ കണ്ണ് പാളിപ്പോയി. ഓ, അറിയാതെ അവൻ അലക്കുന്നതിനിടയിലുള്ള വെള്ളത്തുള്ളികൾ മുഖത്ത് തെറിച്ചപ്പോഴാണ് അവൻ കണ്ണ് തിരികെ വന്നത്. റോസ ചേട്ടത്തി, വിനു വിളിച്ചു. അവൾ അലക്ക് നിർത്തി മുഖം ഉയർത്തി. ആരത്? വിനുവോ? അടിമുടി അവനെ ഒന്ന് നോക്കി. ആ, അവളുടെ സംസാരം അവന്റെ നോട്ടം മാറ്റി. ആ ചേട്ടത്തി വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. എന്താ? ഓ അതോ, കുറച്ച് സാധനം വാങ്ങാനായിരുന്നു. നീ അകത്തേക്ക് ചെല്ലേ, ഞാൻ ഇപ്പൊ വരാം. അവൾ അലക്ക് തുടർന്നു. അവൻ അകത്തേക്ക് നടന്നു. അപ്പോഴും മനസ്സ് മുഴുവൻ അവിടെ തന്നെയായിരുന്നു. അവിടെ ചെന്ന് കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ സോഫയിലിരുന്നു. വെറുതെ വിരസതയില്ല ഇരുന്ന അവൻ അവിടെ നിന്ന് മെല്ലെ എണീറ്റു. ആ വീട്ടിൽ എന്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു? വിനുമല്ലേ റോസയുടെ മുറിക്ക് അകത്തേക്ക് കയറി. ഗൾഫിൽ നിന്നും കൊണ്ടുവരുന്ന വില കൂടിയ പെർഫ്യൂം സുഗന്ധം പൊഴിക്കുന്ന മുറി. അങ്ങനെ അവൻ കിടക്കയിലിരുന്നു. ചുറ്റും നോക്കി. പതുപതുത്ത ബെഡ്. കുറച്ചു നേരം അവിടെ കറങ്ങി നടന്ന് അവനെ കാത്തിരുന്നത് മൂത്രശങ്കയായിരുന്നു. കലാശിലായ ശങ്ക. അവൻ അവളുടെ ബാത്റൂമിൽ ഓടിക്കയറി. അപ്പോഴാണ് റോസ ചേച്ചിയുടെ തുണികളെല്ലാം മോടെ കിടക്കുന്നത് അവൻ കണ്ടത്. പിന്നെ അവിടെ നിന്ന് കാര്യം സാധിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് റോസ ചേച്ചിയുടെ വിളി അവൻ കേട്ടത്.
വിനു, വിനു! റോസിയുടെ വിളി അവൾ ഒരു നിമിഷം സ്വപ്നത്തിൽ നിന്നും ഉയർത്തി. ദാ വരുന്ന് ചേട്ടത്തി. അവൻ വേഗം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. ആ, നീ അതിലായിരുന്നോ? അവർ അവനെ നോക്കി ചോദിച്ചു. ഒരു നിമിഷം അവൻ അവളെ നോക്കി. വിയർത്തു കുളിച്ച മുഖം, ചുണ്ടിലും മൂക്കിലുമൊക്കെ വേർപ്പ് തുള്ളികളുണ്ട്. അവളെ കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട്. എടാ, നീ എന്താ നോക്കുന്നത്? പരിസരം മറന്നു നിൽക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു. അപ്പോഴാണ് അവൻ സ്വപ്നത്തിൽ നിന്നും ഉണ്ടെന്നത്. ഡാ, നീ ഒന്ന് കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങി വാ. ഈസ്റ്റർ അല്ലേ, നാത്തൂനൊക്കെ വരുന്നുണ്ട്. അവൾ അത്രയ്ക്ക് ഹാപ്പി ആയിട്ടല്ല അത് പറഞ്ഞത്. അപ്പോൾ ചേട്ടത്തിക്ക് 8ന്റെ പണിയാണല്ലോ, അവൻ പറഞ്ഞു. അതേടാ, നല്ല പണിയാണ് ആ തള്ള ഉണ്ടാക്കി വെച്ചത്. 2 ദിവസം കഴിഞ്ഞ് ആ തള്ളിങ് എഴുന്നള്ളൂ. ഉള്ളിൽ അമർഷം. അവൾ പറഞ്ഞു. ഡാ, നീ ഒന്ന് മാർക്കറ്റിൽ പോയി വരുമോ? അവൾ പറഞ്ഞു. അതിനെന്താ ചേട്ടത്തി? അവൻ അവളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയപ്പോൾ അറിയാത്ത ഭാവം അവൻ കാണിച്ചു. ശരി ചേട്ടത്തി, ഒരു പഠിച്ച ചിരി സമ്മാനിച്ചു. എന്നാൽ ഞാൻ പോവാ. അവൻ വേഗം ഇറങ്ങി. അവന്റെ ഭാവത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റം അവൾ ചിന്തിച്ചു നിന്നപ്പോഴാണ് കുളിമുറിയിൽ അഴിച്ച ഡ്രസ്സ് ഓർമ്മ വന്നത്. അവൾ വേഗം കുളിമുറിയിൽ കയറി ഡ്രസ്സൊക്കെ നോക്കി. എല്ലാം എടുത്ത് ബക്കറ്റിലിട്ടപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. അവൻ എന്താ അവിടെ ചെയ്തിരുന്നതെന്ന്. എടാ കള്ള, അവൾ മനസ്സിൽ ചിന്തിച്ചു. അവൾ മെല്ലെ തന്റെ വിരൽ കൊണ്ട് അതെല്ലാം തോണ്ടിയെടുത്തു. തവില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന റോസാമ്മയ്ക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അത് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ ഡ്രസ്സെല്ലാം വാരിക്കൂട്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി. അതെല്ലാം ഡ്രോയറിലിട്ടു. അങ്ങനെ സാധനം വാങ്ങാനുള്ള സഞ്ചിയുമായി ബൈക്കിൽ പോകുമ്പോഴാണ് അവന്റെ മൊബൈൽ ബെല്ലടിച്ചത്. നാശം, എവിടെയെങ്കിലും പോകാൻ. അവൻ ആരെയോ പ്രാഗിക്കൊണ്ടെന്ന പോലെ ഫോൺ എടുത്തു. എന്റെ പ്രിയ കൂട്ടുകാരൻ അജ്മലായിരുന്നത്. എന്താ? അല്പം ദേഷ്യം നിറഞ്ഞ ഭാവത്തിലായിരുന്നു വിനുവിന്റെ മറുപടി. അത് കേട്ടപ്പോൾ തന്നെ അഫ്സലിന് മനസ്സിലായി അവർ റോസിയാൻ്റെ വീട്ടിലാണെന്ന്. സോറി ബ്രോ. അല്ല, എന്താ എന്താ റോസി ചേട്ടത്തിയുടെ വീട്ടിൽ പരിപാടി? അഫ്സൽ തിരക്കി. ഒന്നുമില്ലടാ, ചേട്ടത്തിക്ക് കുറച്ച് സാധനം വാങ്ങണം, അതിനായി മാർക്കറ്റിൽ പോവാ. നീ എവിടെയാ? അവൻ തിരക്കി. അത് ഞാൻ റോസി ചേട്ടത്തിക്ക് കുറച്ച് സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോവാ. ആ, നടക്കട്ടെ നടക്കട്ടെ. ഡാ, സെറ്റായി നമുക്കൂടി ഒന്ന് തന്നേ, അഫ്സൽ പറഞ്ഞു. പോടാ. ഒന്നും ദേഷ്യത്തോടെ പറഞ്ഞ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. വിനു അവനോട്. ഇപ്പോൾ ഉണ്ടാവില്ല. ഒന്നും കാണാതെ നീ വെള്ളം ഇറക്കില്ലെന്ന് എനിക്കറിഞ്ഞൂടെ, അഫ്സൽ പറഞ്ഞു. ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. വിനു വേഗം ഫോൺ കട്ടാക്കി. അവൻ വീണ്ടും വണ്ടി സ്റ്റാർട്ടാക്കി. ശരവേഗത്തിൽ വണ്ടി പായിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പല ചിന്തകൾ വന്നിരുന്നു. കലിങ്കിലെ കള്ളുസഭയിൽ പലപ്പോഴും തന്നെ മുന്നിലേക്ക് വന്ന ഒരു വിഷയമായിരുന്നു റോസി ആന്റി. കള്ളുസഭയിലെ എരിവുള്ളൊരു കഥാപാത്രം. പുറമെ കാണിച്ചില്ലെങ്കിലും റോസി ആന്റിയെ സഹായിക്കാൻ അവൻ എപ്പോഴും ഇഷ്ടമായിരുന്നു. കാരണം റോസി ആന്റിയുടെ സംസാരവും പെരുമാറ്റവുമെല്ലാം അവനെ ഒത്തിരി ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരുടെ സപ്പോർട്ടും കൂടി ആവുമ്പോൾ അവനതിൽ കൂടുതൽ ആവേശമായിരുന്നു. അവരുടെ മുന്നിൽ ആളാവാനുള്ള ഒരു അവസരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കൂടുതൽ അവരുമായി അടുക്കാൻ അവൻ എപ്പോഴും ഉള്ളിലൊരു ഭയം അങ്ങനെ തന്നെ നിന്നിരുന്നു. അതായിരുന്നു വിനുവിന്റെ ചിന്ത മൊത്തം. അങ്ങനെ സാധനമൊക്കെ വാങ്ങി കളിക്കണമെന്ന ആഗ്രഹത്തോടെ അവൻ വീട്ടിലേക്ക് വന്നു. തുറന്നിട്ട വാതിലിലൂടെ അകത്തേക്ക് കയറി. അവനെ കാത്തിരുന്നത് കാഴ്ചയുടെ വസന്തമായി റോസ് ചേട്ടത്തിയായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്യുന്ന പിൻഭാഗം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്നതിന് ശേഷം റോസി ചേട്ടത്തി അവനെ കണ്ടിരുന്നില്ല. അവൻ മെല്ലെ മുരടനക്കി. ശബ്ദം കേട്ട് റോസി തിരിഞ്ഞു നോക്കി. അവനെ കണ്ട് അവൾ പുഞ്ചിരിച്ചു. മറ്റൊന്നും അവൾ പറഞ്ഞിരുന്നില്ല. അവളുടെ മനസ്സിലും മാറ്റത്തിന്റെ വേലിയേറ്റങ്ങൾ വന്നിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ തന്റെ സ്വപ്നങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയവൻ അത് അവളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങളാണ് ഉണർത്തിയത്. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ, നീ വന്നോ? അവൾ വീണ്ടും തന്റെ ജോലിയിൽ മുഴുകി. പാത്രത്തിൽ അരിപ്പൊടിയിട്ട് അവൾ മാവ് കുഴയ്ക്കാൻ തുടങ്ങി. അവളുടെ പിന്നിലെ കുതിയോടെ നോക്കി അവൻ അങ്ങനെ തന്നെ നിന്നു. അയ്യോ അയ്യോ, പാറ്റ! അവൾ നിലവിളിച്ചപ്പോഴാണ് അവൻ അവളുടെ ചിന്തയിൽ നിന്നും ഉണർന്നത്. ചേട്ടത്തി, എന്തു പറ്റി? അവൻ തിരക്കി. അവൾ മെല്ലെ പുറം ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡാ, എന്റെ പുറത്ത് എന്തോ വീണു. അവൾ പറഞ്ഞു. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. കിട്ടിയ അവസരം മുതലാക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ ഓടി അവൾ അടുത്തെത്തി. ചേട്ടത്തി, അതിനുള്ളിലായിരിക്കും, ഞാൻ നോക്കാം. ഒരു കുറുക്കന്റെ കൗശലത്തോടെ അവൻ അത് പറഞ്ഞു. അവന്റെ മനസ്സിൽ രൂപ നന്നായി മനസ്സിലാക്കിയ റോസി അവനത് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ റോസി ചേച്ചിക്ക് ആ പാറ്റയെ പിടിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആ നിമിഷം അവിടെ വെച്ച് തന്നെ അവൾക്ക് ആ പാറ്റയെ എടുത്തു കൊടുത്തു. പാറ്റയെടുക്കുന്ന വെപ്രാളത്തിലും പാറ്റയെ കണ്ട പേടിയിലും അരിപ്പൊടി അവൾ കുഴച്ചുകൊണ്ടിരുന്ന അരിപ്പൊടി അവിടെ എല്ലാം വീണുപോയിരുന്നു. ഒപ്പം അവരുടെ ദേഹത്തും. അങ്ങനെ അവർ ആ അരിപ്പൊടിയിൽ മുങ്ങിക്കുടിച്ചു എന്ന് തന്നെ പറയാം. പേടിച്ചരണ്ടിരിക്കുന്നത് അവൻ ചെയ്യുന്നതിനനുസരിച്ച് അവൾ എല്ലാത്തിനും നിന്നുകൊടുത്തു. അവസാനം ആ പാറ്റയെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ഒപ്പം അവനും.
അതിനുശേഷമാണ് അവർ രണ്ടുപേരും നല്ല പോലെ കമ്പനിയായത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ദിവസങ്ങളായിരുന്നു. റോസാമ്മ ചേട്ടത്തിക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം അവൻ അവിടെ തിരിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഈസ്റ്റർ ദിനം വന്നെത്തി. ഈസ്റ്ററിന് നാത്തൂനും അമ്മായിയമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് വിഭവങ്ങൾ റോസാമ്മ ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി. അതിൽ ഒരു നല്ല ഭാഗം റോസാമ്മ വിനുവിനും വേണ്ടി മാറ്റിവെച്ചിരുന്നു. അന്ന് രാത്രി തന്നെ അവൾ ആ വിഭവങ്ങളെല്ലാം വിനുവിനും കൊടുത്തു. പിന്നെ വളരെ സന്തോഷത്തോടെ അവർ അവിടെ കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഭർത്താവില്ലാത്തതിൻ്റെ ഒരു വിഷമങ്ങളും പിന്നെ റോസാമ്മ അറിഞ്ഞിട്ടില്ല. എല്ലാത്തിനും കൂട്ടായി വിനു അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റോസാമ്മ ചേട്ടത്തിക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുവാനും വിനുവിൻ്റെ അമ്മയ്ക്കും സന്തോഷമായിരുന്നു. കാരണം റോസാമ്മ ചേട്ടത്തി ഉള്ളത് കൊണ്ടാണ് വിനുവിൻ്റെ അമ്മ പല കാര്യങ്ങളിലും കഷ്ടപ്പെടാതെ നിലനിന്ന് പോകുന്നത്. വിനുവുമായി കൂട്ടായതിനു ശേഷം റോസാമ്മ ചേട്ടത്തിക്ക് വിനുവിൻ്റെ അമ്മയ്ക്ക് കാശ് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ ഒത്തിരി താല്പര്യമായിരുന്നു. അതുകൊണ്ട് അവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.